ഹായ് ഹലോ. ഇന്നൊരു കേക്ക് വ്ളോഗാണ്. ഇന്നൊരു 2 ടയർ കേക്ക് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് പ്രിൻ്റ് വെച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സും ഉണ്ട്. വൈകുന്നേരമാണ് ഞാൻ പ്രിൻ്റ് എടുക്കാനും അതേപോലെ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ മോളെയും കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ പ്രിൻ്റ് എടുക്കാനുണ്ട്. സാധാരണ നമ്മൾ കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾ മാക്സിമം നമ്മൾ ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ കളക്ട് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മൊത്തത്തിലൊന്ന് പ്രിൻ്റ് എടുത്ത് സെറ്റ് ചെയ്യാമെന്ന്. ഞാൻ പ്രിൻ്റ് എടുക്കാനുള്ള അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മോൾ ഇവിടെ തകൃതിയായിട്ട് പർച്ചേസിംഗ് ആണ്. നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കേക്കിലേക്ക് വെക്കേണ്ട പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ 2 പേപ്പർ എന്ന് വിചാരിക്കും. അപ്പോൾ സൈസ് മാറിപ്പോയിട്ട് വീണ്ടും പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. നമ്മുടെ പ്രിൻ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ പ്രിൻ്റ് നമ്മൾ കേക്കിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ടാണ്. സ്റ്റിക്ക് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്കിൽ കേക്ക് ഫുള്ളായിട്ടും ഫോണ്ടൻ വർക്കായിരുന്നു. ഈ ഒരു മഴ സമയത്ത് കേക്കിൽ ഫോണ്ടൻ്റെ എത്ര സമയം നിൽക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് മെൽറ്റായി താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ പ്രിൻറ്റിലേക്ക് മാറ്റിയത്. നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 2 kg ആണ്. ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രിൻ്റൊക്കെ കട്ട് ചെയ്ത് അതേപോലെ തന്നെ സ്റ്റിക്ക് വെച്ച് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് കുറച്ചധികം സമയം തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേഷന് വേണ്ടി വന്നു. ഇനി നമ്മൾ ഓരോ ടോപ്പേഴ്സായിട്ട് നമ്മുടെ കേക്കിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള എക്സാക്റ്റ് കളറൊന്നും നമുക്ക് ഫോക്സ് ബോൾസിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കേക്കിൻ്റെ റെഫറൻസ് പിക്ക് തന്നതിന് ശേഷം ഏകദേശം ഈ ഒരു കേക്ക് പോലെ വേണം. പിന്നെ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷമായി. നമ്മുടെ ആ ഒരു ഐഡിയക്ക് വെച്ചിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ അവർ കേക്ക് ഇവിടെ വന്നെടുത്താണ്. എങ്ങോട്ടൊക്കെ പോകുന്നത്? എന്തിന് എന്തിന് ഞാൻ ഗിഫ്റ്ററിലേക്കാ പോകുന്നത്. പിറ്റേന്നും മോൾ എൻ്റെ കൂടെ തന്നെ പർച്ചേസിങ്ങിനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റാണ് കൊടുക്കാനുള്ളത്. കസ്റ്റമൈസ്ഡ് പ്രിൻ്റ് വെച്ചിട്ട് കിറ്റ്കാറ്റാണ് നമ്മൾ ചോക്ലേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. 35 കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 36 ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യമുള്ള ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ 2-3 ചോക്ലേറ്റ് ഒരുമിച്ച് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഡെയിലി നമ്മൾ ചോക്ലേറ്റ്സ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന്. പിന്നെ അതിൻ്റെ ദേഷ്യത്തിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പിന്നെയാണ് എൻ്റെ കൂടെ മേലേക്ക് വന്നത്. എല്ലാ ദിവസവും എൻ്റെ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചോക്ലേറ്റോ ഐസ്ക്രീമോ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതൊന്നും കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സുമായിട്ട് ഗിഫ്റ്ററിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൻ്റെ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇതുപോലൊരു എന്താ പറയുക ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡും കൂടെ മോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, നമ്മൾ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പോൾ ഇവളിങ്ങനെ അതും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട്. നീല ആകാശം അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. ആ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിയോണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതുപോലൊരു ബോക്സും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു കവറ്. ഒരു നല്ല രസം തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി എല്ലാ പ്രിൻറ്റും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്യണം. ഇതുപോലത്തെ പ്രിൻറ്റ് വെച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഇതൊന്നും തീരെ സിമ്പിളായിട്ടുള്ളൊരു ജോലിയല്ല. അത്യാവശ്യം നല്ല പണിയുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഷീറ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകണം. പ്രിൻ്റ് എടുത്ത് വന്നതിന് ശേഷം നമ്മളിത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് സമയം ഇരുന്നിട്ടാണ് ഇത് ഓരോന്നും കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്ത് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ 2 സൈഡിലായിട്ട് നല്ലൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഈ ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു എന്താ പറയുക പ്ലെയിൻ അല്ലാണ്ട് ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സ് എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കവറിലേക്ക് വെച്ച് കൊടുക്കാം. ഈ കവറിന് 90 രൂപയാണ് വരുന്നത്. ചോക്ലേറ്റിന് 1 വെച്ച് 20 രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ബോക്സിലാക്കിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഈ ഒരു കവർ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ആർക്കാണ് തെറ്റുപറ്റിയെന്നറിയില്ല. 36 ചോക്ലേറ്റ് വാങ്ങിയിട്ട് 34 പീസേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരു ചോക്ലേറ്റ് ഞാൻ ഓൾറെഡി മോൾക്ക് കൊടുത്തു, മോള് കഴിച്ചു. പിന്നെ ഒരു ചോക്ലേറ്റ് ഇവിടെ പോയിന്ന് ഒരു ഐഡിയ. പിന്നെ ഞാൻ കത്രികയും സ്റ്റിക്കറും എടുത്ത് നേരെ ഡേമാർട്ടിലേക്ക് വിട്ടു. അവിടെ നിന്ന് ചോക്ലേറ്റ് വാങ്ങി പാക്ക് ചെയ്തു. അവിടെയായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നത്. പിന്നെ ചോക്ലേറ്റ്സും കൊടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.